ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സൈനസിനകത്ത് കഫം, തൊണ്ടയിൽ എപ്പോഴും കഫം വന്നിറങ്ങുന്നു. ഇത് ഒരുപാട് പേരെ ഇന്ന് അലട്ടുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം കഴിഞ്ഞ് ക്ലൈമറ്റ് പലപ്പോഴും മാറി മാറി നിൽക്കുമ്പോൾ, മഴക്കാലം വരുമ്പോൾ, പലപ്പോഴും വൈറസ് ഇൻഫെക്ഷൻ കഴിയുമ്പോഴെല്ലാം തന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം മൂക്ക് ചെറുതായിട്ട് അടയും. നമ്മളിങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ കഫം വന്നിറങ്ങുന്നതാണ്. ഇത് മാത്രമല്ല സാഹചര്യം, ചിലപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തൊണ്ടയ്ക്കകത്ത് ഒരു ഗദ്ഗതം പോലെ ഒന്ന് ഫീൽ ചെയ്യും. തൊണ്ടയിൽ ഒരു അല്പം കഫം വിഴുങ്ങിപ്പോവും. നമുക്കിങ്ങനെ തൊണ്ടയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മൂക്കിൻ്റെ അകവശത്തുകൂടി തൊണ്ടയിൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് കഫം വന്നിറങ്ങുന്ന ഒരവസ്ഥ. ചിലർ ഇത് മാത്രമല്ല കാണുന്നത്, മുഖത്തിൻ്റെ പല ഭാഗത്തും വേദന, തലയ്ക്കൊരു ഭാരം, തലയ്ക്കൊരു പെരുപ്പ് പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവന്നവരാം. ഇത് വളരെ കോമൺ ആയിട്ട് കൊച്ചു കുട്ടികളിൽ പോലും കാണുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരത്തിൽ കാണുന്ന സൈനസിൻ്റെ കഫം തൊണ്ടയിലേക്ക് വന്ന് വീഴുന്നതിന് പോസ്റ്റ് നെസൽ ഡ്രിപ്പിംഗ് എന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നോർമലി നമുക്കൊരു ആരോഗ്യം ഉണ്ടെന്നൊരു തോന്നൽ കാണത്തില്ല. എപ്പോഴും തൊണ്ടയ്ക്ക് ഒരു ജലദോഷം പോലെ ഒരു അസ്വസ്ഥത വന്നുകൊണ്ടേയിരിക്കും. ഈ പോസ്റ്റ് നെസൽ ഡ്രിപ്പിങ്ങിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം. ഒന്ന്, നമുക്ക് സൈനസിനകത്ത് കഫം നമ്മൾ ഏതെങ്കിലും സൈഡിലേക്ക് തിരിയുമ്പോൾ പെട്ടെന്ന് മൂക്കടയുന്ന പോലെ കഫം വന്ന് ബ്ലോക്ക് ആകുന്ന കാണാം. നമ്മൾ പലപ്പോഴും ശ്വാസം വലിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കഫം വന്ന് നിൽക്കുന്നത് കാണാം. സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒച്ച അടയുന്ന പോലൊരു ഫീൽ കാണും. മറ്റു ചിലർ കാണുന്നുണ്ടെങ്കിൽ കുറേ നേരം ഒന്നും മിണ്ടാതിരുന്നാൽ പിന്നെ പെട്ടെന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ ശബ്ദം കിട്ടത്തില്ല. ഒന്ന് ചുമച്ച് കഴിഞ്ഞാൽ കഫം പോയി കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് കുത്തി കുത്തി ചുമ പോലെ കാണുന്നു. ചെറിയ കുട്ടികളിൽ ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പിങ്ങിൻ്റെ ഒരു ലക്ഷണം വളരെ കോമൺ ആയിട്ട്, ഒരു പക്ഷേ നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല കഫം ഉള്ളതുപോലുള്ള ഒരു 5-6 ചുമച്ച് കഴിഞ്ഞ് അങ്ങ് നോർമലാവും. പിന്നെ ഒരു കുഴപ്പമില്ല. പകലൊന്നും കുട്ടിക്ക് ചുമയില്ല. പലപ്പോഴും ചുമ കഫക്കെട്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു. ഡോക്ടർ ചെസ്റ്റ് പരിശോധിക്കുന്നു, എവിടെ കഫമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ രാത്രി ഒരുറക്കം കഴിയുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണമാണ്. പലപ്പോഴും സൈനസിനകത്ത് കഫം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ എന്താണ് ജലദോഷം ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. നമ്മുടെ ശബ്ദം ഇപ്പോഴും ഇച്ചിരി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവന്ന് വരാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സൈനസിനകത്ത് വിട്ടുമാറാതെ കഫവും നമ്മുടെ തൊണ്ടയിലേക്ക് ഇങ്ങനെ പോസ്റ്റ് നെസൽ ഡ്രിപ്പിംഗ് ഉണ്ടാകുകയും ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ക്ലൈമറ്റിൽ വരുന്ന സഡൻ ചേഞ്ചാണ്. നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ നിന്നും പെട്ടെന്ന് ക്ലൈമറ്റ് അങ്ങ് തണുപ്പാകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു റിയാക്ഷൻ, കാരണം നമ്മൾ ശ്വാസം വലിക്കുന്ന സമയത്ത് ഈ തണുത്ത വായുവാണ് മൂക്കിൻ്റെ ഉള്ളിലൂടെ കയറി പോകുന്നത്. ഈ മൂക്കിനകത്തും സൈനസിനകത്തുമുള്ള നോർമലായിട്ടുള്ള ശ്ലേഷ്മ സ്ഥലത്തിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാകും. ചെറിയൊരു അലർജിക് റിയാക്ഷൻ ഉണ്ടാകുകയും കഫം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തത്, നമ്മളെ ബാധിക്കുന്ന ഇപ്പോഴത്തെ സീസണിലുള്ള ചില വൈറസ് ഇൻഫെക്ഷൻസ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ സീസണിലുള്ള ഏത് പനി, അതിപ്പോൾ കൊറോണ വൈറസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ജലദോഷപ്പനിയിലെ ഫ്ലൂ, H1N1 വൈറസ് ഉണ്ടാക്കുന്നത്, ഇതിനും ഈ പറഞ്ഞ പോലെ അസുഖം വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് സൈനസിനകത്ത് കഫം, തൊണ്ടയിൽ എപ്പോഴും കഫം വന്ന് ഇറങ്ങുന്ന ഒരവസ്ഥ കണ്ടുവന്ന് വരാം. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ അലർജി, വിട്ടുമാറാതെ തുമ്മൽ, ജലദോഷമുള്ളവർക്കും തൊണ്ടയിൽ കഫം വരും. ചില ഇനം മരുന്നുകൾ, ഉദാഹരണത്തിന് സ്ത്രീകൾ കഴിക്കുന്ന ഗർഭനിരോധന ഗുളികകൾ, അതേപോലെ BP കഴിക്കുന്ന ചില ഇനം മരുന്നുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് ഉണ്ടാക്കിയെന്ന് വരാം. മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന ചില ഇനം ഭക്ഷണങ്ങൾ, നല്ല എരിവുള്ള മസാലയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സൈനസിനകത്ത് കഫം വന്നു വരാം. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നല്ല എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മൂക്ക് പിഴിഞ്ഞ് കഫം കളയുന്നത് കണ്ടിട്ടില്ലേ? ഇതേ അവസ്ഥ തന്നെ ഈ സൈനസിനകത്തും പ്രശ്നം ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം. മൂക്കിൽ ചെറിയ വളവുണ്ടെങ്കിൽ അത് പലപ്പോഴും ചില ഭാഗങ്ങളിൽ കൂടി ശ്വാസം എടുക്കുന്നതിൻ്റെ ഫോഴ്സിന് വ്യത്യാസം വരികയും പെട്ടെന്ന് കഫം വരുന്ന ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് വരാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ സൈനസിൽ കഫം വരുന്നവർക്ക്, തൊണ്ടയിൽ കഫം വന്നിറങ്ങുന്നവർ, ഇത് വരാതിരിക്കാൻ മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, നിങ്ങളുടെ തലയിൽ കൂടുതലായിട്ട് വിയർപ്പ് വരുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ ഈ വിയർപ്പ് നിങ്ങൾ നന്നായിട്ട് തുടച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ എപ്പോഴും ഇപ്പം കുളിച്ചിട്ട് പോകുന്ന സമയത്ത് അധികം വേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ വേർത്ത് ശരീരവും തലയെല്ലാം നല്ല ചൂടായി നിൽക്കുമ്പോൾ ഈ വേർപ്പ് മാറാൻ വേണ്ടി തലയിൽ കൂടെയും ദേഹത്തൂടെയും വെള്ളം കോരി ഒഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതും മാറ്റണം. കാരണം സഡനായിട്ട് നല്ല ചൂടത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ തണുത്ത വെള്ളം വീഴുമ്പോഴോ, ഇല്ലെങ്കിൽ കുളിച്ച് തണുത്തിരിക്കുന്ന സമയത്തിട്ട് നമ്മൾ വീണ്ടും പോയി വേർത്താലോ എല്ലാം നമ്മുടെ ഈ സൈനസിനകത്ത് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മൾ മലയാളികളുടെ കോമൺ ആയിട്ടുള്ള ദുശീലമാണ് തലയിൽ നിറച്ച് എണ്ണ തേച്ച് കുളിച്ചിട്ടുള്ള ജീവിത രീതി. തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് വലിയ പ്രോബ്ലം ഉള്ള കാര്യമല്ല. പക്ഷേ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം തലയോട്ടിയിൽ ഇത്തരത്തിൽ എണ്ണ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് സൈനസിനകത്ത് ചെറിയ അലർജി ഉണ്ടാക്കുകയും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത്തരത്തിൽ ഈ കഫം ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. അടുത്ത കാരണം എന്ന് പറയുന്നത്, നമ്മൾ പാലിൻ്റെയും പാൽ പ്രോഡക്ട്സിൻ്റെയും അമിതമായിട്ടുള്ള ഉപയോഗമാണ്. പാല് നേരിട്ട് ഒഴിച്ചിട്ടുള്ള ചായ, കാപ്പി, പാൽപ്പായസം, ഐസ്ക്രീം, ഇങ്ങനെ
പാല് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു ടെൻഡൻസി ചിലർക്ക് സൈനസിനകത്ത് കഫം വരുന്നതിന് കാരണമാകും. സോ ഇത്തരം കംപ്ലൈൻസ് ഉള്ളവർ പാലിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മാത്രമല്ല, എപ്പോഴും സൈനസിനകത്ത് കഫം വരുന്നവർ ഈ കഫം പോകുന്നതിന് വേണ്ടി ഒരു മൂക്ക് അടച്ചു പിടിച്ച് ശക്തിയായിട്ട് ചീറ്റുന്ന, പുറത്തേക്ക് മൂക്ക് ചീറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു ഭാഗം അടച്ചുപിടിച്ച് മൂക്ക് ചീറ്റുന്നത് സൈനസിനകത്തുള്ള കഫം ചെവിയിലേക്ക് കയറുന്നതിനും ചെവിയിൽ തുടർച്ചയായി അണുബാധ ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട്. ഇത്തരത്തിൽ ചെയ്യരുത്. മാത്രമല്ല, നമ്മൾ വളരെ ഫോഴ്സ്ഫുള്ളി ചീറ്റുന്ന സമയത്ത് സൈനസിനകത്തോ അല്ലെങ്കിൽ മൂക്കിന്റെ മുകൾ വശത്തുള്ള ചെറിയ രക്തക്കുഴലുകൾ പൊട്ടുകയും ഇത്തരത്തിൽ കഫത്തോടൊപ്പം തന്നെ ബ്ലഡും കൂടി പോകുന്ന ടെൻഡൻസി വരും. പിന്നെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് എപ്പോഴും മൂക്കിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് വരാം. മൂക്കിൽ നിന്നുമുള്ള ഈ കഫം പോകുന്നതിന് ഏറ്റവും നല്ലത് നിങ്ങൾ ആവി പിടിക്കുന്നത് നല്ലതാണ്. ദിവസത്തിൽ 1-2 നേരം നിങ്ങൾ വെറും വെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ടിട്ടോ മഞ്ഞളിന്റെ പൊടി ഇട്ടിട്ടോ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക. ഇത് സൈനസിനകത്തുള്ള കഫം ഇളകി പോകാനായിട്ട് സഹായിക്കും. ഇനി വിട്ടുമാറാതെ സൈനസിലെ കഫവും തൊണ്ടയിൽ കഫം വന്ന് ഇറങ്ങുകയും ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ചില ഒറ്റമൂലികൾ വിശദീകരിക്കാം. ഒന്നാമത്തത് മഞ്ഞളിന്റെയും തേനിന്റെയും കോമ്പിനേഷനാണ്. നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ തേൻ എടുത്തതിന് ശേഷം അതിനകത്തൊരു 1/4 ടീസ്പൂൺ നമ്മുടെ പൊടിപ്പിച്ച മഞ്ഞളില്ലേ, പൊടി മിക്സ് ചെയ്യുക. ഇത് ദിവസത്തിൽ ഒരു നേരം, ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ നാക്കിലിട്ട് അലിയിച്ച് കഴിക്കുക. ഇത് കൊച്ചുകുട്ടികൾക്ക് നല്ലതാണ്, മുതിർന്നവർക്ക് നല്ലതാണ്. മുതിർന്നവരൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ തേനിൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്, ഒന്ന് മഞ്ഞളിനകത്തുള്ള കുർക്കുമിൻ നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി അലർജിക് ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്. തേനിനകത്ത് ഒരു ആന്റി അലർജിക് പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്മലും ജലദോഷമൊക്കെ ഉള്ളവർക്കും ഈ തേന് പതിവായിട്ട് കഴിക്കുന്നത് നമുക്ക് റെസ്പിറേറ്ററി അലർജി മാറുന്നതിന് സഹായിക്കും. ഈ ഒരു കോമ്പിനേഷൻ ദിവസവും ഒരു നേരം നിങ്ങൾ കുട്ടികൾക്കും കൊടുക്കുക, നിങ്ങളും കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് കഫം വരുന്ന ടെൻഡൻസി ഒഴിവാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് പെരുംജീരകമാണ്. പെരുംജീരകം എന്ന് പറഞ്ഞാൽ ഫെനൽ സീഡ്സ്. എനിക്ക് തിരുവനന്തപുരത്ത് ഇതിന് പെരുംജീരകം എന്ന് വിളിക്കും. വടക്കോട്ട് ഇതിന് എന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ചിത്രം കാണിച്ചു തരാം. ഈ ചിത്രത്തിൽ കാണുന്ന ഈ പെരുംജീരകം, വലിയ ജീരകം, ദിവസത്തിൽ ഒരു നേരം നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ കഴിക്കാനായിട്ട് നോക്കുക. സാധാരണ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ തരുന്ന സാധനമാണ് ഈ പെരുംജീരകം. ഇത് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി അലർജിക് പ്രോപ്പർട്ടി ഉള്ള ഒരു ഭക്ഷണമാണ്. പെരുംജീരകം പതിവായിട്ട് ഉപയോഗിക്കുന്നത് സൈനസിനകത്തും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും കഫം കെട്ടി നിൽക്കുന്നത് പെട്ടെന്ന് ഇളകി പോകാനായിട്ട് സഹായിക്കും. മൂന്നാമത്തത് ജിഞ്ചർ ടീ ആണ്. നിങ്ങൾ ചായക്ക് വെള്ളം വയ്ക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഇഞ്ചി ഒരു കഷണം ചതച്ച് ഇട്ടിട്ട് തിളപ്പിച്ച് അതിനകത്തേക്ക് തേയിലപ്പൊടി ഇടുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ജിഞ്ചർ ടീ സൈനസിനകത്ത് ഉണ്ടാകുന്ന അലർജിയും തൊണ്ടയിൽ കഫം വന്ന് ഇറങ്ങുന്നതിനെയും കുറയാൻ നല്ല രീതിക്ക് സഹായിക്കും. അടുത്തത് ആപ്പിൾ സിഡർ വിനിഗറാണ്. ആപ്പിൾ സിഡർ വിനിഗർ ദിവസവും 1 ടീസ്പൂൺ എടുത്തിട്ട് നിങ്ങളൊരു 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം, വെറും വയറ് വേണമെന്നില്ല, ഒരു 11 മണിക്ക് വല്ലതും 1 ഗ്ലാസ് കുടിക്കാനായിട്ട് നോക്കുക. ഇത് നിങ്ങളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, പ്രത്യേകിച്ച് സൈനസിനകത്ത് ഉണ്ടാകുന്ന കഫം ഉണ്ടാകുന്ന ടെൻഡൻസി കുറയ്ക്കുന്നതിനും അലർജി കുറയ്ക്കുന്നതിനും സഹായിക്കും. ഇത് ഫലപ്രദവുമാണ്. ഇനി നമുക്ക് സൈനസിനകത്തുള്ള കഫം പെട്ടെന്ന് ഇളകി പോകാൻ ചെയ്യാവുന്ന സിമ്പിളായിട്ടൊരു മസാജ് വിശദീകരിക്കാം. നമ്മുടെ 2 കൈയുടെയും ഈ വിരലില്ലേ, വിരലെടുത്തതിന് ശേഷം നിങ്ങളുടെ സൈനസ്, ഇത് ഫ്രോണ്ടൽ സൈനസ് ആണ്, ഫ്രോണ്ടൽ സൈനസിൻ്റെ മുകളിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യാം, മുന്നിൽ ഇങ്ങനെ മസാജ് ചെയ്ത് മൂക്കിൻ്റെ സൈഡിലൂടെ നിങ്ങൾ താഴേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക. സൈനസിനകത്ത്, നമ്മുടെ മാക്സിലറി സൈനസിലും ഇങ്ങനെ മസാജ് ചെയ്യുക. സർക്കുലർ സ്പീഡ് ചെയ്യേണ്ട, ഞാൻ സ്പീഡിൽ കാണിച്ചു എന്നേ ഉള്ളൂ. പതിയെ ഇങ്ങനെ സർക്കുലർ മൂവ്മെൻറ്റിൽ മസാജ് ചെയ്യുക മുഖത്തിൻ്റെ മസിൽ. ഇത് ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ സൈനസിനകത്ത് വരുന്ന കഫം, ആ ഭാഗത്ത് വരുന്ന കൺജഷൻ, നീർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കും. ദിവസത്തിൽ ഒരു 2 നേരമോ 3 നേരമോ നിങ്ങൾ TV കാണുന്ന സമയത്തോ ഓഫീസിലോ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്തോ പാട്ട് കേൾക്കുന്ന സമയത്തോ വൈകുന്നേരം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ എല്ലാം ഈ സൈനസിൽ മസാജ് ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും കഫം പെട്ടെന്ന് ഇളകിപ്പോകാൻ സഹായിക്കുകയും ചെയ്യും. ഇന്ന് വളരെ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. സൈനസിലും തൊണ്ടയിലും വരുന്ന കഫം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.